എന്തുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ അപമാനിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അപമാനിക്കപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അപമാനിച്ചേക്കാം. ഈ സമൂഹത്തിൽ ഓരോ നിമിഷവും ആരെങ്കിലും മറ്റുള്ളവരെ അപമാനിക്കുന്നു. ഭർത്താവ് ഭാര്യയെയും, അച്ഛൻ മകനെയും, തൊഴിലുടമ ജീവനക്കാരനെയും, സവർണൻ താഴ്ന്ന വിഭാഗത്തെയും അപമാനിക്കുന്നു. ചിലപ്പോൾ ഇതിന് വിപരീതവും സംഭവിക്കുന്നു. എന്നാൽ സാധാരണഗതിയിൽ ശക്തൻ ദുർബലനെ അപമാനിക്കുന്നു. ഒരു ശല്യക്കാരൻ അല്ലെങ്കിൽ ഒരു ശക്തൻ മറ്റൊരു ശക്തനെ അപമാനിക്കുമ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നു. എന്നാൽ ശക്തൻ ബലഹീനനെ അപമാനിക്കുമ്പോൾ ദുർബലൻ നിസ്സഹായനെ പോലെ അത് സഹിക്കുന്നു. അപമാനത്തിൽ പതറുന്നു. അവൻ ബലഹീനത അനുഭവിക്കുന്നു. അവൻ വഴിതെറ്റുന്നു. എന്നാൽ അപമാനിക്കുന്നയാൾ യഥാർത്ഥത്തിൽ എന്താണ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്? ഗൗതമ ബുദ്ധന്റെ കഥയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ദിവസം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പറഞ്ഞു, ഗുരുദേവ, ഒരു ചോദ്യം. ആരെങ്കിലും നമ്മെ അപമാനിക്കുമ്പോൾ നമുക്ക് ബലഹീനതയും നിസ്സഹായതയും അനുഭവപ്പെടുന്നു. അപമാനത്തിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്നു. ഈ വേദനയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ബുദ്ധൻ പറഞ്ഞു, പുത്ര, എല്ലാതരം കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം സാധ്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെല്ലാവരോടും ഒരു കഥ പറയാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു നഗരത്തിൽ ഒരു ധനികൻ താമസിച്ചിരുന്നു. വിജയകരമായ നിരവധി വ്യാപാരങ്ങൾ കാരണം അയാൾ വളരെ സമ്പന്നനായി. സമ്പത്തു കാരണം ആളുകൾ അയാളെ വളരെയധികം ബഹുമാനിച്ചു. തന്റെ ജീവിതത്തിൽ സമ്പത്തിന് ക്ഷാമമില്ലെന്ന് അയാൾ ഉറപ്പിച്ചു കരുതി. എല്ലാ ആളുകളും തന്നെ ബഹുമാനിക്കുന്നു. ഇനി തനിക്ക് സന്യാസിമാരുമായി സഹവസിക്കണം. അവരിൽ നിന്ന് ബഹുമാനം നേടുകയും ചെയ്യണം, അയാൾ ചിന്തിച്ചു. ഒരു ദിവസം അയാൾ ഒരു ഗുരുവിന്റെ മുന്നിൽ എത്തിപ്പെട്ടു. അയാൾ പറഞ്ഞു, ഗുരുദേവ, ഞാൻ എൻ്റെ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. എന്റെ സമ്പത്തിന് ക്ഷാമമില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം ആളുകൾ എഴുന്നേറ്റ് നിന്ന് എന്നെ ബഹുമാനിക്കും. എന്റെ ജീവിതത്തിലുടനീളം എല്ലാ ആളുകളിൽ നിന്നും അത്തരം ബഹുമാനം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ആരാലും അപമാനിക്കപ്പെടരുത്. ആരെങ്കിലും എന്നെ അപമാനിച്ചാൽ ഞാൻ എന്തു ചെയ്യണം ഗുരുദേവ? ഇതെല്ലാം കേട്ട് ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മൽഹാർ പട്ടണത്തിൽ നിന്നാണ്. വളരെ നല്ലത്. നാളെ മുതൽ ഞാൻ നിങ്ങളുടെ നഗരത്തിലാണ് പ്രഭാഷണം നടത്തുക. ദിവസവും വന്ന് ആ പ്രസംഗം കേൾക്കണം. 10 ദിവസം തുടർച്ചയായി ആ പ്രസംഗം കേട്ടാൽ അറിവ് വികസിക്കും. പിന്നെ ആരും നിങ്ങളെ അപമാനിക്കില്ല. വളരെ നന്നായി ഗുരുദേവ. എല്ലാ ദിവസവും താങ്കളുടെ പ്രഭാഷണം കേൾക്കാൻ ഞാൻ വരും. താങ്കളുടെ എല്ലാ വാക്കുകളും ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കും. അങ്ങയുടെ നിർദ്ദേശപ്രകാരം 10 ദിവസവും ഞാൻ പ്രഭാഷണം കേൾക്കും. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം ഗുരുദേവൻ മൽഹാർ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാ നഗരവാസികളും പ്രസംഗം കേൾക്കാൻ അവിടെ എത്തി. ആ ധനികനും അവിടെ എത്തി. പക്ഷെ അയാൾ ഗുരുദേവന്റെ ഇരിപ്പിടത്തോട് ചേർന്ന് വലിയ ഉയർന്ന ഇരിപ്പിടം സ്ഥാപിച്ച് അതിൽ ഇരുന്നു. അവിടെ കൂടിയിരുന്നവരെല്ലാം ഗുരുദേവന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ മനുഷ്യൻ ഗുരുദേവനോട് പറഞ്ഞു, ഗുരുദേവ, ഇപ്പോൾ താങ്കളുടെ പ്രസംഗം ആരംഭിക്കുക. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഗുരുദേവൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഈ ഇരിപ്പിടം ഉപേക്ഷിച്ച് ആളുകളുടെ പിന്നിൽ ചെന്ന് നിൽക്കുക. പിന്നെ ഞാൻ പറയുന്നതുവരെ ഇരിക്കരുത്. ഗുരുദേവന്റെ വാക്കുകൾ കേട്ട് ആ മനുഷ്യൻ വളരെ ആശ്ചര്യപ്പെട്ടു. പക്ഷെ അയാൾ ഗുരുദേവൻ പറഞ്ഞതുപോലെ പുറകിൽ ചെന്ന് നിന്നു. അങ്ങനെ ഗുരുദേവൻ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. പ്രഭാഷണം ദീർഘനേരം നീണ്ടുനിന്നു. പക്ഷേ ഗുരുദേവൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ ഗുരുദേവന്റെ സംസാരത്തിനിടയിൽ പറഞ്ഞു, ഗുരുദേവ, താങ്കൾ ഒരു കാര്യം മറന്നിരിക്കുന്നു. ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ്. സാരമില്ല, നിങ്ങളിപ്പോൾ നിൽക്കൂ. അദ്ദേഹം വീണ്ടും പ്രഭാഷണം തുടർന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രഭാഷണം അവസാനിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി ഗുരുദേവന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ വണങ്ങിപ്പോയി. ഒടുവിൽ ധനികൻ വന്ന് ഗുരുദേവനോട് പറഞ്ഞു, ഗുരുദേവ, പ്രഭാഷണം അവസാനിച്ചു. പക്ഷേ പ്രഭാഷണത്തിനിടെ താങ്കൾ എന്നോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടില്ല. ഗുരുദേവൻ അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ പോകാം. പിറ്റേന്ന് വീണ്ടും പ്രഭാഷണം തുടങ്ങി. ധനികൻ വീണ്ടും തന്റെ ഉയർന്ന കസേര ഗുരുദേവന്റെ ഇരിപ്പിടത്തിനരികിൽ വെച്ച് അതിൽ ഇരുന്നു. ഗുരുദേവ, ഇന്നലത്തെ പ്രഭാഷണം വളരെ മികച്ചതായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി താങ്കളുടെ പ്രഭാഷണം ആരംഭിച്ചാലും. ഉറപ്പായും ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കും. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ തിരികെ പോയി എല്ലാവരുടെയും പുറകിൽ നിൽക്കുക. ആ മനുഷ്യന് വളരെ അപമാനം തോന്നി. പലരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അയാൾ. എല്ലാവരും അയാളെ കണ്ടാൽ എഴുന്നേൽക്കും. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്നു. എന്നാൽ അയാളോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ടും ഗുരുദേവൻ പറഞ്ഞതുപോലെ അയാൾ എല്ലാവരുടെയും പിന്നിൽ ചെന്ന് നിന്നു. ഇത്തവണയും ഗുരുദേവൻ അയാളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടില്ല. ആ മനുഷ്യന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പ്രസംഗം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഗുരുദേവൻ തന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഗുരുദേവൻ എന്നെ ഇരിക്കാൻ അനുവദിക്കാത്തത്? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് എല്ലാവരും തന്നെ നോക്കി ചിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. ആ മനുഷ്യന് വളരെ അപമാനം തോന്നി. അടുത്ത ദിവസം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഞാൻ ഈ പട്ടണത്തിലെ ഒരു പണക്കാരനാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഇരിക്കുന്നു. എന്നാൽ ഞാൻ എല്ലാവരുടെയും പുറകിൽ നിൽക്കുന്നു. ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല.
അടുത്ത ദിവസം ധനികൻ പ്രഭാഷണ യോഗത്തിൽ ഗുരുദേവന്റെ അടുത്ത് തന്റെ ഉയർന്ന ഇരിപ്പിടത്തിലിരുന്നു. ഗുരുദേവ, ഇന്നു ഞാൻ ഈ കസേരയിൽ ഇരുന്നാണ് താങ്കളുടെ പ്രഭാഷണം കേൾക്കുക. ഞാൻ ഈ നഗരത്തിലെ മാന്യനായൊരു ധനികനാണ്. ഇന്നു ഞാൻ ഒരിക്കലും നിൽക്കില്ല. ശരി, നിങ്ങളുടെ ഇരിപ്പിടം ഉപേക്ഷിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ ഇരിപ്പിടം വിടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ തന്റെ ഇരിപ്പിടം ഉപേക്ഷിച്ച് ധനികൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് ചെന്നിരുന്നു. തുടർന്ന് എല്ലാ ആളുകളും ഗുരുദേവനെ അഭിമുഖീകരിച്ച് അവരവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു. തൽഫലമായി ആ വ്യക്തി വീണ്ടും ആളുകളുടെ പിന്നിലായി. ഗുരുദേവൻ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ധനികൻ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോയി. ഗുരുദേവന്റെ അവഹേളനത്തിന് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ആ നഗരത്തിൽ പ്രസംഗിക്കാൻ മറ്റൊരു ഗുരുവിനെ കൊണ്ടുവന്നു. നഗരത്തിലുടനീളം പുതിയ ഗുരുവിനു വേണ്ടി ശക്തമായ പ്രചാരണം ധനികൻ നടത്തി. ഈ പുതിയ ഗുരുദേവന്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്ന ഓരോരുത്തർക്കും ഒരു സ്വർണ്ണ നാണയം നൽകുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു. പുതിയ ഗുരുദേവന്റെ പ്രഭാഷണം തുടങ്ങി. ഇവിടെ ധനികൻ ഗുരുദേവന്റെ ഇരിപ്പിടത്തോട് ചേർന്ന് വലിയൊരു ഇരിപ്പിടം സ്ഥാപിച്ച് അതിൽ ഇരുന്നു. പുതിയ ഗുരുവിന്റെ പ്രഭാഷണം ശ്രവിച്ചാൽ ഒരു സ്വർണ്ണ നാണയം ലഭിക്കുമെന്നറിഞ്ഞപ്പോൾ നഗരത്തിലെ മുഴുവൻ ജനങ്ങളും പ്രഭാഷണം കേൾക്കാൻ അവിടെ തടിച്ചുകൂടി. ധനികൻ അഭിമാനത്തോടെ ഓരോരുത്തർക്കും ഓരോ സ്വർണ്ണ നാണയം നൽകി. അവിടെ കൂടിയിരുന്നവരെല്ലാം ആ ധനികനെ വളരെയധികം പ്രശംസിച്ചു. പുതിയ ഗുരുദേവൻ പോലും അദ്ദേഹത്തെ ഏറെ പ്രശംസിച്ചു. എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. 9 ദിവസം കഴിഞ്ഞു. പണക്കാരൻ ചിന്തിച്ചു, ഇനി ആ പഴയ ഗുരുദേവനെക്കുറിച്ച് അന്വേഷിക്കാം. അങ്ങനെ 10-ാം ദിവസം അയാൾ ആദ്യത്തെ ഗുരുവിന്റെ പ്രഭാഷണ യോഗത്തിലെത്തി. ഒരാളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ അയാൾക്ക് വളരെ സംതൃപ്തി തോന്നി. അയാൾ ഗുരുദേവനോട് പറഞ്ഞു, താങ്കളുടെ യോഗത്തിലിരിക്കാൻ എന്നെ താങ്കൾ അനുവദിച്ചില്ല. നോക്കൂ, ഇന്നു ഞാൻ താങ്കളെക്കാൾ ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ അടുത്താണ് ഇരിക്കുന്നത്. താങ്കൾ എന്നെ അപമാനിച്ചു. എന്നാൽ ഇന്ന് എല്ലാവരും എന്നെ പുകഴ്ത്തുന്നു. അവർ എന്നെ ദാതാവ് എന്ന് വിളിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു, വളരെ നല്ലത്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രഭാഷണം പൂർത്തിയാക്കട്ടെ. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ആരോടാണ് പ്രസംഗിക്കുന്നത്? ഒരാൾ മാത്രം, അതും അവനെ ദൂരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. പുതിയ ഗുരുവിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവനെയും ഞാൻ കൊണ്ടുപോകും. ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, അദ്ദേഹത്തെ കൊണ്ടുപോകൂ. ധനികൻ ദൂരെ നിൽക്കുന്ന ആ ഒരേ ഒരു കേൾവിക്കാരനോട് പറഞ്ഞു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്റെ കൂടെ വരൂ. ഒരു നല്ല പ്രഭാഷണം കേൾക്കാൻ ഞാൻ നിന്നെ അനുവദിക്കും. ഇതിലും നല്ലൊരു ഗുരു എനിക്കുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, നീ എന്റെ കൂടെ വന്നാൽ 100 സ്വർണ്ണ നാണയം തരാം. ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് 1000 സ്വർണ്ണ നാണയം തരട്ടെ. ഇത്തവണയും ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, നീ എൻ്റെ കൂടെ വന്നാൽ 10,000 സ്വർണ്ണ നാണയം തരാം. ഇത്തവണയും അയാൾ ധനികനോടില്ല എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ വന്നാൽ 1,00,000 സ്വർണ്ണ നാണയം തരാം. അതുമാത്രമല്ല, നിന്റെ 4 തലമുറകളെ പോറ്റാനുള്ള ഭൂമിയും സമ്പത്തും കൂടി ഞാൻ നൽകാം. ഈ സമയം ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടൻ പോയാൽ ഞാൻ നിങ്ങൾക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ തരാം. ഭൂമി, സമ്പത്ത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സ്വർണ്ണ നാണയങ്ങൾ തരാം. നിങ്ങൾക്കൊരു രാജ്യം വേണമെങ്കിൽ ഞാനത് നൽകാം. ഇവിടെ നിന്നുടൻ പോകുക. ധനികൻ ആശ്ചര്യപ്പെട്ടു. ആരാണ് ഈ മനുഷ്യൻ? അവൻ രാജ്യം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഗുരുദേവ, ആരാണ് ഈ വ്യക്തി? ഈ രാജ്യത്തിന്റെ രാജാവ്. ഇതു കേട്ട് ധനികൻ ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു. ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. അതെ, തീർച്ചയായും ഇദ്ദേഹം ഈ രാജ്യത്തിന്റെ രാജാവാണ്. അയാൾ രാജാവിന്റെ കാൽക്കൽ വീണു പറഞ്ഞു, മഹാത്മാവേ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ താങ്കളെ തിരിച്ചറിഞ്ഞില്ല. ഇതു കണ്ട് ഗുരുദേവൻ പറഞ്ഞു, രാജാവിന്റെ കാൽക്കൽ ക്ഷമാപണം നടത്താൻ നിങ്ങളുടെ അഹംഭാവത്തിന് വേദന തോന്നുന്നില്ലേ? നിങ്ങൾക്ക് അപമാനം തോന്നുന്നില്ലേ? നിങ്ങളുടെ ബഹുമാനത്തിൽ നിങ്ങൾക്ക് മുറിവ് തോന്നുന്നില്ലേ? നിങ്ങൾ വന്ന ദിവസം തന്നെ ഈ രാജ്യത്തിന്റെ രാജാവും വന്നിരുന്നു. രാജാവ് വരാനുള്ള കാരണം നിങ്ങളുടേതുപോലെ തന്നെയായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് രാജാവിനോടും പറഞ്ഞു. പക്ഷേ ഞാൻ നിൽക്കാൻ പറഞ്ഞിടത്ത് രാജാവ് ഇപ്പോഴും നിൽക്കുന്നു. നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കാത്തിടത്താണ് ഇപ്പോൾ രാജാവ് നിൽക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്തതെന്താണ്? പണക്കാരൻ കൂപ്പുകൈകളോടെ ഗുരുദേവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, സുഹൃത്തെ, ഈ 10 ദിവസങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചത് നമ്മൾ അപമാനിക്കപ്പെടുന്നില്ല, മറിച്ച് നമ്മൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങളാണ് അപമാനിക്കപ്പെടുന്നത്. നിങ്ങൾ ഗുരുദേവനെ കാണാൻ വന്നത് എന്തിനായിരുന്നു? ഞാനൊരു പണക്കാരനാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു. എന്നാൽ ആരെങ്കിലും നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ അതൊരു അപമാനമായി തോന്നിയ നിങ്ങൾ ഗുരുദേവനെ കാണുവാൻ വന്നു. ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. അതിനാൽ നിങ്ങൾ എൻ്റെ കാൽക്കൽ പിടിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ അപമാനമായി തോന്നിയില്ല. പക്ഷേ എൻ്റെ സ്ഥാനത്തൊരു പാവപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ കാൽക്കൽ വീഴാൻ കഴിയില്ല. അവൻ്റെ കാൽക്കൽ വീണാൽ നിങ്ങളുടെ സ്ഥാനത്തിനും പദവിക്കും അപമാനമായേക്കാം. എല്ലായ്പ്പോഴും നമ്മുടെ സ്ഥാനം ഒരുപോലെ നിലനിൽക്കണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും അതില്ലാതെയാകാം. ഓരോ സന്ദർഭങ്ങളിലും നിങ്ങളുടെ അഹംഭാവം, അഭിമാനം ഇവ തകർക്കപ്പെടട്ടെ. 10 ദിവസമായി ഞാനിവിടെ നിൽക്കുന്നു. എൻ്റെ അഭിമാനം തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു രാജാവാണ്, പക്ഷേ ഒരു സാധാരണക്കാരനാണ്. ഇതിനു മുമ്പ് ഞാൻ അസാധാരണനായൊരു രാജാവായിരുന്നു.
ഈ അഭിമാനം കാരണം ചെറിയ കാര്യങ്ങളിൽ പോലും ഇന്നില്ലാത്ത അപമാനം തോന്നിയിരുന്നു. ഇതെല്ലാം കേട്ട ധനികൻ ഗുരുദേവന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു. കഥയുടെ അവസാനം മഹാത്മാ ഗൗതം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വാസ്തവത്തിൽ നമ്മളെ ആരും അപമാനിക്കുന്നില്ല. അവരുടെ ശക്തി മാത്രമാണ് അവർ കാണിക്കുന്നത്. അത് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഞാൻ ശക്തനാണ്. അത് സ്വന്തം ശക്തിയിൽ ആത്മവിശ്വാസമില്ലാത്തപ്പോൾ മാത്രം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ ശക്തി പരീക്ഷിക്കാൻ മുന്നിലുള്ള വ്യക്തിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ചുറ്റുമുള്ള എല്ലാവരെയും അവർ ശത്രുക്കളായി കണക്കാക്കുന്നു. അത് ഭർത്താവോ ഭാര്യയോ പിതാവോ മകനോ ആകട്ടെ. അങ്ങനെ മുന്നിൽ നിൽക്കുന്നയാളെ അപമാനിച്ചുകൊണ്ട് ശക്തി കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപമാനിക്കുന്ന വ്യക്തി ഇതുപോലെ ഒന്ന് ചിന്തിച്ചാൽ, അതായത് നമ്മുടെ മുന്നിലിരിക്കുന്നവനെ ശത്രുവായി കാണുന്നതിന് പകരം ഒരു സുഹൃത്തായി, ഒരു സഹായിയായി കണക്കാക്കിയാൽ അവനെ അപമാനിക്കേണ്ട കാര്യമില്ല എന്ന്. നാം നമ്മുടെ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ അവരുടെ അടിമയാവാതിരിക്കുക. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അപമാനം കേട്ട് തകർന്നാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ്, നിങ്ങളുടെ വിജയമാണ്. അതായത് തന്നിൽ തന്നെ ആത്മവിശ്വാസമുള്ള ഒരാൾ ആരെയും അപമാനിക്കില്ല. അവർ മറ്റുള്ളവരിൽ നിന്നുമുള്ള അപമാനം സ്വീകരിക്കുകയുമില്ല. ഇതോടെ ഗൗതം ബുദ്ധൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതും മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ വേദനിക്കുന്നതും ആത്മവിശ്വാസക്കുറവ് മൂലമാണ്. നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ ഓരോന്ന് പറയുന്നത് കേട്ട് വിലപിച്ചു സമയം കളയാതെ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. നിങ്ങളുടെ വിജയമാണ് അവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി. ഈ കഥ കേട്ട ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യുക.